പൊനങ്കാടുകളിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല. പക്ഷേ അവിടെ നമ്മളെ കാത്തിരിക്കുന്ന വേറൊരു ലോകമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങിക്കേൾക്കുന്ന വെടിയൊച്ചകളുണ്ട്, നിശബ്ദമായ കരച്ചിലുകളുണ്ട്. ആ നാടിനെ കാത്തു നിൽക്കുന്ന ചില ജീവനുകളുണ്ട്. ആ നാടിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവിടെ തന്നെ വീണടിയുന്നതിന് നമ്മൾ ചിലപ്പോൾ ദൃക്സാക്ഷിയാകേണ്ടി വന്നേക്കാം. എവിടെ നിന്നോ ചന്ദനത്തിൻ്റെ മണം വരുന്നില്ലേ? പക്ഷേ അതവൾ അവൾക്ക് വേണ്ടി അണിയുന്നതല്ല. കാട്ടുപൂക്കളുടെ ഗന്ധം നിന്നെ മത്തുപിടിപ്പിക്കുന്നോ? അതും അവൾ അവൾക്ക് വേണ്ടി അണിയുന്നതല്ല. അതെ, അതവളാണ് പാർവതി. ഭൂതവും വർത്തമാനവും ഭാവിയും തന്നിലൂടെ കടത്തിവിട്ടവൾ. കാട്ടുമൃഗത്തിൻ്റെ സ്വഭാവമുള്ള ശേഖരന് വഴങ്ങുമ്പോഴും സൗമ്യനായ മാധവൻ്റെ പുഞ്ചിരി ബലമായി സൂക്ഷിച്ചവൾ. ആരാധകന്മാരേറെയുണ്ടെങ്കിലും ഇഷ്ടപുരുഷൻ്റെ മാത്രം ബീജത്തെ വയറ്റിൽ ചുവന്നവൾ. അവൾ ഏതോ ഒരുവൻ്റെ അർദ്ധാംഗിനി, പൊനത്തിൻ്റെ നായിക. അവളിലൂടെ എരിഞ്ഞിപ്പുഴ പൊനംകാടുകളിൽ സുഗമമായി ഒഴുകുന്നുണ്ട്.